വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് നമ്മൾ നയഗ്ര വാട്ടർഫോൾസിലോട്ട് പോയിട്ടുള്ള അന്നത്തെ ഒരു വ്ളോഗാണ്. ആൻഡ് നമ്മൾ നയഗ്രയിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് ജൂണിലാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വിൻ്ററൊക്കെ ആയിട്ട് ഫുൾ ഫ്രോസൺ ആയിട്ട് കിടക്കുന്ന ടൈമാണ്. ആൻഡ് നമ്മൾ പോയത് സമ്മറിലാണ്. ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്നൊരു 1 o'clock ആയപ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ 9-9:30 അങ്ങനെയൊക്കെ ആയിരുന്നു ആ സമയത്ത് സൺസെറ്റിൻ്റെ ടൈം. സോ നമുക്ക് ഡേ ടൈം കുറേ ഉള്ള സമയമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ആ സമയത്തൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞാനിങ്ങനെ വ്യൂസൊക്കെ എൻജോയ് ചെയ്ത് ചോക്ലേറ്റൊക്കെ കഴിച്ചിരിക്കുകയായിരുന്നു. നല്ലൊരു ഡ്രൈവായിരുന്നു. അത്യാവശ്യം ഞങ്ങൾക്കൊരു 2 hours ജേണി ഉണ്ടായിരുന്നു. ആൻഡ് എമ്മ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്തൊക്കെ അവൾ അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ വന്ന ടൈമിൽ അവൾ പെട്ടെന്ന് ഇങ്ങനെ എപ്പോഴും ഉറക്കുമായിരുന്നു. ഈ ജെറ്റ് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ആണെന്ന് തോന്നുന്നു. ആൾക്ക് വന്ന് ഭയങ്കര ഒരു ടയേർഡായിരുന്നു എപ്പോഴും. എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ ആ സ്ഥലത്തിൻ്റെ അത്ര തന്നെ നമ്മൾ അങ്ങോട്ടേക്കുള്ള ആ വഴിയും എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സോ ഇങ്ങനെ സമാധാനമായിട്ട് ഒരു ലോങ് ഡ്രൈവ് എൻജോയ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാമിങ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ അതിൻ്റെ ആ ഒരു മൊമെൻറ്റ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആൻഡ് ദിസ് വ്യൂ ഉണ്ടല്ലോ, ബ്രെത്ത് ടേക്കിംഗ് ആയിരുന്നു. എനിക്കൊന്നും പറയാനില്ല. ബിക്കോസ് നമ്മളിങ്ങനെ അത്യാവശ്യം നല്ലോണം ജേണി ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഒരു ബ്രിഡ്ജിൽ കയറി. ആൻഡ് 2 സൈഡ്സിലും നമുക്കിങ്ങനെ ഒരു വാട്ടർ വ്യൂ, നല്ല ഭംഗിയായിരുന്നു. നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. ദിസ് റോഡ് ട്രിപ്പ് ടു നയഗ്ര എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം നമ്മളെ മനസ്സ് നിറയ്ക്കുന്ന ഒരു സംഭവമായിരുന്നു. അങ്ങനെ ഈ ട്രിപ്പ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നയഗ്ര ഫോൾസിന്റെ ബോർഡ് കണ്ടു. അങ്ങനെ നമ്മൾ നയഗ്ര ഫോൾസിലോട്ട് എത്തി. സോ ദിസ് ഇസ് ദ പ്ലേസ്. ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് തപ്പലായിരുന്നു. ആൻഡ് പാർക്കിംഗ് എങ്ങനെയോ കിട്ടി. പാർക്ക് ചെയ്ത് നമുക്ക് അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട് ഫോൾസിന്റെ ഏരിയയിലോട്ട്. ആൻഡ് ദിസ് വ്യൂ, ഈ ഒരു സ്ട്രീറ്റിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ മൈ ഗോഡ്, ഭയങ്കര ഫീലാണ് ഇതിലൂടെ നടക്കുമ്പോൾ. ബിക്കോസ് നമുക്ക് കുറേ ഗെയിംസ് ആണെങ്കിലും അവിടുത്തെ ഓരോ റെസ്റ്റോറൻറ്റ്സ്, അവിടുത്തെ ഫുഡ് സ്റ്റോപ്പുകൾ വരെ അവർ ആ ഒരു തീമിലോട്ട് ആണ് എല്ലാം. ലൈക്ക് DQ, ബർഗർ കിങ്, വിൻഡീസ്, ഏതാണേലും മൊത്തം അവർ ആ തീം, മൊത്തം ആ ഒരു ഗെയിം, ആ ഒരു ഹൊറർ, അങ്ങനത്തെ എല്ലാവരും ഒരു വൈബിലോട്ടാണ് അവരത് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒന്നും പറയാനില്ല. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ നയഗ്രയിലോട്ട് വന്നാൽ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ഫാൾസ്. നമുക്ക് അവിടുത്തെ ആ ഒരു സ്ട്രീറ്റിൽ നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. ആൻഡ് ദിസ് നടത്തമുണ്ടല്ലോ, ഈ ഒരു ലോങ് ഒരു വാക്ക് ടു ദ നയഗ്ര, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് ദ മൊമെന്റ് നമ്മൾ ദൂരത്തു നിന്ന് നമ്മൾ ആ ഫാൾസ് കാണുമ്പോഴുള്ള ആ ഒരു മൊമെന്റ്, അതും ഒന്നും പറയാനില്ല. അത്രയും നമുക്ക് മനസ്സിനൊരു കുളിർമ തരുന്നൊരു സംഭവമാണ്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാൻ നയഗ്ര ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ള ആളൊന്നുമല്ല. ബട്ട് അവിടെ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എനിക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ നേരെ ബോട്ട് റൈഡിന് വേണ്ടിയിട്ടായിരുന്നു ഫസ്റ്റ് പോയത്. സോ ബോട്ട് റൈഡിന് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു എസ്കലേറ്റർ വെച്ച് നമുക്ക് ആദ്യം റിവർ ലെവലിലോട്ട് നമ്മൾ ആദ്യം നടന്നു പോവും. ആൻഡ് ദെൻ നമ്മൾ ഡയറക്റ്റ്ലി ടു ദ ബോട്ട്. അപ്പോൾ ബോട്ടിൽ നമുക്കിങ്ങനെ ഏറ്റവും ടോപ്പിൽ നിൽക്കാം, അതുപോലെ താഴെ അങ്ങനെ 2 ways നിൽക്കാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം മുകളിലോട്ട് പോയി. അവിടെ ഭയങ്കര റഷായിരുന്നു. പിന്നെ അപ്പോൾ നമ്മൾ വിചാരിച്ചു അത്ര റഷായിട്ട് നമുക്ക് നിൽക്കാനൊന്നും അങ്ങനെ പറ്റിയില്ല. സോ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ താഴോട്ട് പോയി. അവിടെ ആരും ഇല്ലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലമൊക്കെ സെലക്ട് ചെയ്ത് അവിടെ നിന്നു. ആൻഡ് അത് നല്ലൊരു ബെസ്റ്റ് ഡെസിഷൻ ആയിരുന്നു. ബിക്കോസ് മുകളിലായിരുന്നെങ്കിൽ മൊത്തത്തിൽ നനയുമായിരുന്നു. താഴെ നിന്നിട്ട് തന്നെ ഞങ്ങൾ ഫുള്ള് നനഞ്ഞു. നയഗ്ര വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ 3 falls കൂടിയിട്ടാണ്. ഒന്ന് ഹോഴ്സ്ഷൂ ഫോൾസും ആൻഡ് ദെൻ അമേരിക്ക ഫോൾസ് ആൻഡ് ബ്രൈഡൽ വെയിൽ ഫോൾസ്. ഇങ്ങനെ 3 falls കൂടിയിട്ടാണ്. നമ്മൾ ഈ ബോട്ട് ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം അമേരിക്കൻ ഫോൾസും പിന്നെ നമ്മൾ ബ്രൈഡൽ വെയിൽ ഫോൾസും
അങ്ങനെ അത് നമ്മൾ ആദ്യം പാസ് ചെയ്ത് പോയിട്ട് ദെൻ നമ്മൾ ഹൗസ് ഷൂ ഫോൾസിൻ്റെ അടുത്തോട്ട് പോകും. അതാണ് ഏറ്റവും വലിയ ഫോള്. അതാണ് നയാഗ്രയുടെ ബ്യൂട്ടിയും. ഓക്കെ, അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോകും. അങ്ങനെയാണ് ഈ ഒരു ബോട്ട് റൈഡ് ഉള്ളത്. നമ്മളിങ്ങനെ അത് കവർ ചെയ്തു. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഹോസ് ഷൂ ഫോൾസിൻ്റെ അടുത്തോട്ട് പോകുന്ന വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഹോസ് ഷൂ ഫോൾസ് ഭയങ്കര ഭംഗിയാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ വാട്ടർ നമ്മളിങ്ങനെ വന്ന് പതിക്കുന്ന ഒരു സ്ഥലമാണ്. ആൻഡ് ദ മിസ്റ്റ് അവിടുത്തെ വൈബ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ലൈക്ക് എ ഡ്രീം നമുക്ക് ഫീൽ ചെയ്യും. നല്ല രസമാണ്. ഭയങ്കര അഡ്രിനാലിൻ റഷ് വരുന്ന ഒരു ആക്ടിവിറ്റി കൂടെയാണ് ഈ ഒരു ബോട്ട് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അതിന് കാരണം എന്താണെന്നറിയോ? നമ്മൾ ഭയങ്കര ടൈനി ആയിട്ട് ഫീൽ ചെയ്യും ആ ഫോൾസിൻ്റെ താഴെ നിൽക്കുമ്പോൾ. നമ്മൾ അത്രയും ഒരു കുഞ്ഞ് ആൻഡ് ഫോൾസ് അത് അത്രയും അതിൻ്റെ ഒരു റോറും തണ്ടറും എല്ലാം കൊണ്ട് നമുക്ക് ഭയങ്കര ലൈറ്റായിട്ട് തോന്നും നമ്മൾ. അപ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു റഷ് ഉണ്ടല്ലോ, അഡ്രിനാലിൻ റഷ്, അത് ഒന്നും റിപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു കിക്കാണ് അതിന്. കുറേ നനഞ്ഞപ്പോൾ എമക്ക് പിന്നെ അത് ഇഷ്ടമല്ലാണ്ടായിട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് നനയാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നി. ബിക്കോസ് നല്ല തണ്ടർ സൗണ്ടാണ് നമുക്ക് ഇതിൻ്റെ ഫോൾസിൻ്റെ അടുത്തോട്ട് നമ്മൾ അടുത്തോണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് വരുന്നത്. ആ വെള്ളം വീഴുന്ന സൗണ്ടും ഭയങ്കര ഒരു സൗണ്ടാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു അഡ്രിനാലിൻ റഷൊക്കെ കിട്ടുന്നതാണ്. ആ ഒരു ഫീല് കിട്ടാനുള്ള കാരണം ഈ ഒരു സൗണ്ട് എഫക്റ്റും എല്ലാം കൊണ്ടുമാണ്. ആൻഡ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് എന്ന് പറഞ്ഞാൽ റെയിൻബോസ് ആണ്. ഈ മിസ്റ്റ് കാരണം എപ്പോഴും എല്ലാ ഫോണിൻ്റെ ഫ്രണ്ടിലും നമുക്കിങ്ങനെ റെയിൻബോസ് കാണാനായിട്ട് പറ്റും. നല്ല ഭംഗിയാണ്. മൈ ഗോഡ്, ശരിക്കും നമ്മളൊരു ഡ്രീം ലാൻഡിൽ എത്തിയ പോലെയാണ് കേട്ടോ തോന്നുന്നത്. ബോട്ട് റൈഡ് കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട്, ബിക്കോസ് ആകെ നനഞ്ഞിരുന്നല്ലോ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്ന ഗ്യാപ്പിൽ നിങ്ങൾക്ക് നയാഗ്രനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരട്ടെ. നയാഗ്ര വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ വേൾഡിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫോളാണ്. ആൻഡ് നമുക്കതിനൊരു വെരി മോസ്റ്റ് പവർഫുൾ നാച്ചുറൽ വണ്ടർ എന്നൊക്കെ വിളിക്കാം. സോ ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ബോർഡർ ഓഫ് ഒണ്ടാരിയോ ആൻഡ് ന്യൂയോർക്ക് ആണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് മീൻസ് അമേരിക്ക ആൻഡ് കാനഡ ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു വാട്ടർഫോൾ ആണ് നയാഗ്ര വാട്ടർഫോൾ. സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 മേജർ ഫോൾസ് കൂടിയിട്ടാണ് നമ്മുടെ നയാഗ്ര വാട്ടർഫോൾ ഉള്ളത്. അതിൽ മെയിൻ ആയിട്ടുള്ള ഹോസ് ഷൂ ഫോൾസ് ആൻഡ് ദെൻ അമേരിക്കൻ ഫോൾസ് ആൻഡ് ബ്രൈഡൽ വീൽ ഫോൾസ്. സോ ഇത്രയും ഫോൾസ് കൂടിയിട്ടാണ് നയാഗ്ര ഉണ്ടായുള്ളത്. നമ്മൾ ഓപ്പോസിറ്റ് കാണുന്ന ആ ഭാഗമാണ് അമേരിക്കയുടെ ഭാഗം. സോ അവിടെ നിന്നുള്ള ബോട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ബോട്ട്. നയാഗ്ര ഫോൾസിൻ്റെ വാട്ടർ സോഴ്സ് എന്ന് പറഞ്ഞാൽ നയാഗ്ര റിവറാണ്. അതായത് ഇതിൻ്റെ പാത്ത് എന്ന് പറഞ്ഞാൽ ലേക്ക് എറി ടു ലേക്ക് ഒണ്ടാരിയോ, ഇതാണ് ഇതിൻ്റെ ഒരു വാട്ടർ പാത്ത് എന്ന് പറഞ്ഞാൽ. ഫോൾസിൻ്റെ സൈഡിലൂടെ നമുക്കിങ്ങനെ നടന്നുകൊണ്ട് നയാഗ്രയുടെ അടുത്തോട്ട് പോകാട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സ്റ്റോപ്പ് എടുത്തിട്ട് അവിടുത്തെ വ്യൂസൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. നയാഗ്രയുടെ അടുത്ത് എത്തുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഭംഗി കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. ആൻഡ് നമ്മളവിടെ നിന്ന് കുറേ നേരം ഭംഗിയൊക്കെ ആസ്വദിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നടക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു.
തിരിച്ച് നടക്കുന്നതിനിടക്ക് ഈ ബേർഡ്സിനെ കണ്ടപ്പോൾ എമ്മ നല്ല എക്സൈറ്റഡ് ആയി. ഞങ്ങള് ബേർഡ്സിൻ്റെയൊക്കെ കൂടെ എമ്മിനെ കുറച്ചു നേരം കളിപ്പിച്ചു. നല്ല രസമായിരുന്നു. ഓരോരുത്തരും ഇങ്ങനെ പോപ്കോണൊക്കെ കൊടുക്കുമ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പറന്നു വരുമായിരുന്നു എല്ലാവരും കൂടെ. പിന്നെ ഇങ്ങനെ ഏറെക്കുറെ സൺസെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഒക്കെ കുറയാൻ തുടങ്ങിയപ്പോൾ നയാഗ്ര ഫോൾസ് രാത്രിയിലും നല്ല ഭംഗിയാണ്. ലൈറ്റ് ഷോ ഒക്കെ ആയിട്ട് ലൈറ്റിന്റെ റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് ഫോൾസ് കാണാനായിട്ട്. ഇപ്പം നമ്മൾ വിചാരിച്ചു അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവിടെ പുല്ലിൽ നമ്മളവിടെ കുറച്ചു നേരം ഇരുന്നു, ഒന്ന് സ്നാക്കിംഗ് ഒക്കെ ചെയ്ത് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്ക് ലൈറ്റ് ഷോ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഫാൾസിലെ. അതൊക്കെ കണ്ടു, നല്ല ഭംഗിയായിരുന്നു. കുറച്ചു നേരം അവിടെ ഇരുന്ന് ആസ്വദിച്ചു. നമ്മൾ തിരിച്ചു പോവാനായിട്ട് ഇറങ്ങി. അത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞ ആ സ്ട്രീറ്റ്സ് ഉണ്ടല്ലോ, രാത്രി നല്ല കളർഫുൾ ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. നല്ല ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം സ്ട്രീറ്റ് വ്യൂസ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്തു. and അവിടെ നിന്ന് തിരിച്ചു. അവിടെ നിന്നും കഴിച്ചില്ല, ബിക്കോസ് നിങ്ങൾ അത്ര വിശപ്പില്ലായിരുന്നു. പിന്നെ തിരിച്ചു വരുന്ന വഴിയിൽ ഓൺ റൂട്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ ടിമ്മിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോയി. I hope you all enjoyed the video. Thanks for watching.